ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് പൾസ് ഓക്സിമീറ്റർ എങ്ങനെ ഉപയോഗിക്കണം പറ്റിയ ഒരു വീഡിയോ ആണ്. പൾസ് ഓക്സിമീറ്റർ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ പിന്നിൽ നമുക്ക് ബാറ്ററി ഇടാനുള്ളൊരു സ്ലോട്ടുണ്ട്. ഞാൻ ബാറ്ററി അതിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഫിംഗർ വയ്ക്കാനുള്ള സ്ലോട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരലെടുക്കുന്ന സമയത്ത് എപ്പോഴും നഖം മേലേക്കാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നഖത്തിൻ്റെ ഉള്ളിലാണ് ഈ മെഷീൻ അത് ഓക്സിജൻ്റെ അളവ് റീഡ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുക, മെഷീൻ ഓൺ ആവും. ഏകദേശം ഒരു 10 സെക്കൻഡിനുള്ളിൽ റീഡിങ് വരും. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഓക്സിജൻ അളവാണ്. സാധാരണ ഒരാൾക്ക് 98 തൊട്ട് 100 വരെ ഉണ്ടാവുക. അതിൻ്റെ താഴേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്നാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ സൈഡിൽ കാണുന്ന 91 കാണുന്നത് ഹാർട്ടിൻ്റെ റേറ്റാണ്. ഒരാൾക്ക് ഹാർട്ടിൻ്റെ മിടിപ്പിൻ്റെ എണ്ണം ഒരു മിനിറ്റിൽ എത്രയാണെന്നുള്ളത് കാണിക്കുന്നത്. സാധാരണ ഒരാൾക്ക് 60 തൊട്ട് 90 വരെയാണ് നോർമലായിട്ടുണ്ടാവുക. ഈ ഓക്സിജൻ്റെ അളവ് സാധാരണ നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്ത് ശ്വാസകോശത്തെ കോവിഡ് ബാധിച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയ വന്നാൽ ഓക്സിജൻ്റെ അളവ് കുറയും. 95 താഴെ പോയാൽ അത് ഒരു വളരെ മോശം സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പൾസ് ഓക്സിമീറ്റർ ചെക്ക് ചെയ്താൽ നമുക്ക് ഒരു രോഗിയുടെ അല്ലെങ്കിൽ കോവിഡ് വന്ന ഒരാളുടെ എത്രത്തോളം അത് നമ്മുടെ ലങ്ങിനെ ബാധിച്ചെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 95 താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ അതിനെ സീരിയസ് ആയി കാണുകയും വൈദ്യസഹായം തേടുകയും വേണം. 90 താഴെ പോയാൽ നിർബന്ധമായും ഓക്സിജൻ്റെ ഇൻഹലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ നമ്മൾ ശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ പലപ്പോഴും ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ പലപ്പോഴും ആൾക്കാർ സ്വയം ചികിത്സിക്കുകയും വീടുകളിലിരിക്കുകയും ഒരു പരിധി വിട്ട് ഓക്സിജൻ താണതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിൽ എത്തുകയും അതിനുശേഷം പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രോഗി മാറുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതുപോലെ ഒരു പൾസ് ഓക്സിമീറ്റർ വീട്ടിലുള്ളത് നല്ലതാണ്. നിങ്ങൾ എപ്പോഴും ഒരു ഇതുപോലെ വാങ്ങണം എന്നില്ല. എവിടെന്നെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴും വളരെ നല്ല ഒരു കാര്യമാണെന്നുള്ള കാര്യം മനസ്സിൽ വയ്ക്കുക. ഹലോ, പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കാണും. എന്നാലും ചില സമയത്ത് അപൂർവമായിട്ട് നമുക്ക് ഈ പൾസും ഓക്സിമീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നൊരു റീഡിങ് കുറഞ്ഞു കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലരിലും 2-3 കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. ചില ആൾക്കാർ നഖത്തിൽ സ്ത്രീകൾ ഈ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റീഡിങ് വ്യത്യാസം വരാം, ചിലപ്പോൾ കുറവ് കാണിക്കാം. അതൊരു കാര്യമാണ്. നല്ല ഈ മണ്ണിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല കൈയൊക്കെ റഫായി നെയിലൊക്കെ ഇങ്ങനെ ഈ സിമെൻറ്റിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നഖം നല്ല കട്ടിയുള്ള ആൾക്കാരായിരിക്കും. അവരിലും ചിലപ്പോൾ ഇത് എററായിട്ട് ചിലപ്പം ലോ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ പാനിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ പെട്ടെന്നൊരു റീഡിങ് കണ്ടു, അപ്പോൾ തന്നെ നമ്മൾ പേടിച്ച് ബുദ്ധിമുട്ടുന്നതിന് പകരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യുക, കുറച്ച് നേരം കുറച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, നല്ലോണം ശ്വാസം വലിച്ചു വിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പോഴും നമ്മളിതുപോലെ ലോ ആയി കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു സംശയത്തിന് ഇട തരും. അതെല്ലാം നോർമലാണ്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നമ്മളൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ഇതാണ് നമ്മുടെ കാര്യം. അപ്പം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ചിലപ്പോൾ നമുക്കൊരു ഇൻഡിക്കേഷൻ തരില്ല. കാരണം ഒരാൾക്ക് നല്ല തടിയുള്ള ആൾക്കാർക്ക് ചിലപ്പം ഓക്സിജൻ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാരിലും കുറവ് കാണിക്കാൻ സാധ്യത. തടിയുള്ള അമിത വണ്ണമുള്ള ആൾക്കാർ ചിലപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും, കുറച്ച് 1-2 പോയിൻറ്റ് കുറവായിരിക്കും. അപ്പം അവരിൽ നിന്ന് നമ്മൾ സീരിയലായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 3 നേരം നോക്കി, നാളെ 3 നേരം നോക്കി, മറ്റന്നാൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അളവ് കുറഞ്ഞ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പം ഞാനിത് വീണ്ടും പറയുകയാണ്, നമ്മൾ സ്വയം വീട്ടിൽ ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കോവിഡ് രോഗിക്ക് ഇത് എത്രത്തോളം സീരിയസ് ആയി പോകണമെന്നുള്ള കാര്യം പെട്ടെന്ന് നിസ്സാരമായി കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. അത് നമുക്ക് മുൻകൂട്ടിയുള്ള ചികിത്സയ്ക്ക് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിൽ വയ്ക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.